എന്താ അപ്പച്ച ഉറങ്ങാനും സമ്മതിക്കില്ല. ഈ ഇടവകയിൽ ഒരൊറ്റ കുഞ്ഞു മനുഷ്യനും ഇല്ലാതെ പള്ളിക്കകത്താ. ചാളിയിൽ ഇറങ്ങി കിടക്കുന്ന പന്നിയെ പോലെ നീ ഇവിടെ ഇങ്ങനെ പൂണ്ടി കിടക്കുക. പല വട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിടക്കരുതെന്ന്. എനിക്ക് പനിയായിട്ടില്ല അപ്പച്ച. വേസിമാലൊക്കെ ആ കാപ്പിൻ കൊടുത്തേക്ക്. ഇതങ്ങ് കുടിച്ചേച്ച് പള്ളി ചെന്ന് കുർബാന കൂടെ. നീ പേടിക്കണ്ടടാ, ഇത്തവണ നിന്നെ ഒരെണ്ണം ഉണ്ടെങ്കിലും വായിപ്പിക്കും. ഇതെന്നാന്നേ കുത്തിക്കൊള്ളുന്നേ? ഓ അതിന്റെ ചെറകാപ്പച്ച. നിനക്കിതൊന്ന് വെട്ടി നിർത്തിക്കൂടെ? വന്നേ, നാളെ വായിക്കാൻ പോലെ. ഇച്ചായ, പള്ളിയിലോട്ട് ഇറങ്ങാൻ നേരം ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ച് പോന്നതല്ലേ? ഇച്ചായനെ കിടപ്പ് അങ്ങനെ തന്നെ കിടന്നല്ലേ? നിങ്ങൾ പോയതിനു ശേഷമേ എനിക്ക് ചെറിയ പനി പോലെ തോന്നി, അതാ ഞാൻ കിടന്നത്. ഇവിടെ നോക്കട്ടെ. പിന്നെ പശു ചാണം കിടന്ന പോലെയല്ലേ ഒരാൾക്ക് പനി വരുന്നേ? ഇതേ പുളിവാറെല്ലാം ചന്തിക്ക് നല്ല അടി കിട്ടാത്തതിന്റെ പനിയാ. അല്ലേലും മേലാണെങ്കിൽ പണിയെടുക്കണ ദിവസം ഇച്ചായനൊരു പനി ഉറപ്പാ. അപ്പച്ചനും മാലാമാരും കൂടെ വന്ന് ചുക്കാപ്പ് ഇട്ടാ ചെന്നെ വിട്ടത്. അയ്യോ, വീട്ടില് കാപ്പിപ്പൊടിയും പഞ്ചാരയും തീർന്നിരിക്കാണല്ലോ. അതെങ്ങനെയാ പിന്നെ അപ്പച്ചൻ കാപ്പി ഉണ്ടാക്കണേ? നീ ഒന്ന് ചുമ്മാതിരികളാരെ. പഞ്ചാരയും കാപ്പിപ്പൊടിയൊക്കെ മാലാകമാര് കൊണ്ടുവന്നായിരിക്കും. മോനെ, അപ്പച്ചൻ വേറെ വല്ലതും പറഞ്ഞോടാ? അമ്മച്ചി എന്നെ അനുഗ്രഹിച്ചേ, നാളെ ഞാൻ ബാൻഡി വായിക്കാൻ പോവാ. എടീ, നീ കൂടെ അനുഗ്രഹിച്ചിട്ട് പോ. നാളെ ഞാൻ ബാൻഡി വായിക്കാൻ പോവല്ലേ? അമ്മച്ചി വരുന്നുണ്ടോ? നീ പൊടി. എന്റെ പുണ്യാള, ഒരാൾക്കൂട്ടത്തിന്റെ മുമ്പിൽ ആദ്യമായിട്ട് വായിക്കാൻ പോവാ. കൈ വിറയ്ക്കാണേ, ഒന്ന് കൂടെ നിൽക്കണേ. പള്ളിയിലെ കൊച്ചുകപ്പാർക്ക് പറഞ്ഞിട്ടുള്ള കുപ്പായം ഇതാണോ സോളമ? നാളെ എൻ്റെ അടുത്തും കയറിയെന്ന് വായിച്ചോളാൻ പാപ്പൻ പറഞ്ഞായിരുന്നു. പള്ളിയിലെ കൊച്ചുകപ്പേരുടെ പണി കുഴലൂത്തല്ല. ന്യൂ ഇയർ ആയിട്ട് പള്ളി കുർബാനയ്ക്ക് കൈസാഹ്യത്തിലെത്താത്തവൻ പള്ളി ബാൻഡിലും വായിക്കണ്ട. അങ്ങനെ പറയല്ലോ. നാളെ ഞാൻ ബാൻഡി വായിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞുപോയി. അങ്ങോട്ട് നോക്കണ്ട. ഗീവർഗീസ് ബാൻഡിന് ചെലവിന് കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളിയാ.
ബാൻഡിന് ചെലവിന് കൊടുക്കുന്ന പള്ളിയായിരിക്കും, പക്ഷെ ബാൻഡിൽ ആര് വായിക്കണം വായിക്കണ്ടാൻ തീരുമാനിക്കുന്നത് ഈ ഞാനാ. ഞാൻ ഈ ഇടവകയിൽ വികാരിയായിട്ട് 15 കൊല്ലമായി. ഇക്കാലത്തിനിടയിൽ പള്ളി ബാൻഡ് തോറ്റു തൊപ്പിയിട്ട് ചരിത്രമേ ഉള്ളൂ. നേരിട്ട് കാണാതെ ഒന്നും വിശ്വസിക്കരുതെന്നാണല്ലോ തോമാസ് ലേഖയുടെ പക്ഷം. അച്ഛനിപ്പോൾ എന്നാത്തിനായി പൂലൊക്കെ ഉണ്ടാക്കുന്നത്? എവനോട് വായിച്ചോളാൻ പറഞ്ഞതിനാണോ? ഈ നിൽക്കുന്ന ബെഷക്കോലിനേക്കാളും പള്ളിവാൻഡി കയറി വായിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഇവനുണ്ട്. എവനെ ഞങ്ങളുടെ എസ്തപ്പാനാശാന്റെ മോനാ. അപ്പൻ്റെ പേരും കുടുംബപ്പേരും നോക്കിയിട്ടല്ല ഒരാളെ ബാൻഡിലെടുക്കുന്നത്. ഇവനൊന്ന് ഉറച്ചു വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീയൊന്ന് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. എന്തേ ശബ്ദമൊന്നുമില്ലല്ലോ? ഇതിനകത്ത് ഇറങ്ങി തുണി കുത്തിത്തിരിയിട്ടുണ്ടോ? അച്ഛോ, ഞാൻ വായിക്കടാ. പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോ പിന്നെ കക്കൂസിലിരുന്നാണോ നീ വായിക്കാൻ പോകുന്നത്? വായിക്കടാ. ആദ്യം കയറി തൂങ്ങി മണിയടിക്കാനും ഓസ്തി വെട്ടാനും കുന്തിരിക്കം പോയ്ക്കാനും ഒക്കെ പഠിക്ക്. ഒരു കപ്പ്യാരാവ്. ഇനി നീ ആ കുപ്പായ ഊരി പാപ്പിയുടെ കയ്യിലോട്ട് കൊടുത്തേരെ. പുലർച്ചെ 5:30 മണിക്ക് പള്ളിയിലുണ്ടാവണം 1-ാം കുർബാനയ്ക്ക് മണിയടിക്കാൻ.